അങ്ങനെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിയുടെ ആധിപത്യം വർദ്ധിച്ചിരിക്കുകയാണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക ഫലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം മികച്ച വിജയം നേടിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. സഖ്യത്തിലെ 15ലധികം സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. മധ്യപ്രദേശിലെ 3 സീറ്റുകളിലും ബി.ജെ.പി വിജയക്കൊടി പാറിച്ചു. മറുവശത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടുന്ന പ്രതിപക്ഷ ക്യാമ്പിലെ ചില മുതിർന്ന നേതാക്കളും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി ശേഷിക്കുന്ന സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ജൂൺ 18 നടത്തുമെന്നുള്ളതാണ്. ഈ തിരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം NDA 18 സീറ്റുകളാണ് നേടിയത്. അതേസമയം ഇന്ത്യ മുന്നണി 5 സീറ്റുകളിൽ ഒതുങ്ങി എന്നുള്ളതാണ് കാര്യം. ജാർഖണ്ഡിലും മിസോറാമിലും ഒരു യഥാർത്ഥ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ജൂൺ 18 ജാർഖണ്ഡിലെ 2 സീറ്റുകളിലും മിസോറാമിലെ 1 സീറ്റിലും വോട്ടെടുപ്പ് നടക്കും. അവിടെ വളരെ രസകരവും പിരിമുറുക്കമുള്ളതുമായിട്ടുള്ള മത്സരം കാണാൻ സാധിക്കും. വ്യാഴാഴ്ച 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്കും മഹാരാഷ്ട്ര, ഒഡീഷ, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ഓരോ സീറ്റിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ സൂക്ഷ്മമായി പരിശോധിച്ചു. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വിജയ സർട്ടിഫിക്കറ്റുകൾ നൽകി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ജാർഖണ്ഡിലെ 2 സീറ്റുകളിലേക്ക് 3 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. അതിനാൽ JAMന്റെ ബൈദ്യനാഥ് റാം, കോൺഗ്രസിന്റെ പ്രണബ് ധാ, റിലയൻസ് ഇൻഡസ്ട്രീസ് ഡയറക്ടറും BJP പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായുള്ള പരിമൾ നാഥ്വാനി എന്നിവരും ഉൾപ്പെടുന്നു. ജാർഖണ്ഡ് നിയമസഭാ ഇന്ത്യ അലയൻസിന് 56 MLA-മാരുടെ പിന്തുണയുണ്ട്. ഓരോ സ്ഥാനാർത്ഥികൾക്കും വിജയിക്കാൻ 28 ഒന്നാം മുൻഗണനാ വോട്ടുകൾ ആവശ്യമാണ്. BJPക്ക് 21 MLA-മാരുണ്ട്. JDU, LJP, ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ എന്നിവയിൽ നിന്നുള്ള ഓരോ MLA-മാരുടെയും പിന്തുണയുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഗുജറാത്തിൽ BJPയുടെ ക്ലീൻ സ്വീപ്പാണ് കാണാൻ സാധിക്കുന്നത്. കോൺഗ്രസ് അവിടെ ചിത്രത്തിൽ പോലുമില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ രാജ്യസഭയിൽ ഒരു സമ്പൂർണ്ണ ആധിപത്യമാണ് BJPക്ക് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.